ഫോംസ് ടാഗിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് യൂസറിന് എന്തെങ്കിലും ഒരു ഡാറ്റ യൂസറിൽ നിന്നും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സർവേക്കൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മുടെ HSCAPൽ നമ്മുടെ അഡ്മിഷൻ ഡീറ്റെയിൽസിന് ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസറുടെ ഡാറ്റ എൻ്റർ ചെയ്യുന്ന ഫോമുകളെയാണ്, യൂസറുടെ ഡാറ്റ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുന്ന ഫോമുകളെയാണ് ഫോം ടാഗ്. അങ്ങനെയുള്ള ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ഫോം ടാഗ്. ഫോം ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. ഫോം ടാഗിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്: ആക്ഷൻ, മെത്തേഡ്, ടാർഗറ്റ്. ഇനി ഫോമിൻ്റെ പുറത്ത് നമ്മൾ വെക്കുന്ന കൺട്രോൾസിനെയാണ് ഫോം കൺട്രോൾസ് എന്ന് പറയുന്നത്. ഫോമിൽ നിന്ന് വരുന്ന ഡാറ്റ നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് അത് എവിടേക്ക് പോകും? സെർവറിലേക്ക് പോകും. സെർവറിലേക്ക് എത്തുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകളെയാണ് ഫോം ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫോമിൻ്റെ പുറത്ത് നമുക്ക് നമ്മുടെ പേര് എൻ്റർ ചെയ്യാൻ, അതേപോലെ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ, അതേപോലെ നമ്മുടെ ജെൻഡർ എൻ്റർ ചെയ്യാൻ, അതേപോലെ നമ്മുടെ ഹോബീസ്, അങ്ങനെ ഓരോന്ന് എൻ്റർ ചെയ്യാൻ ഓരോ പർട്ടിക്കുലർ ടൈപ്പിലെ ബോക്സുകളാണ്. എല്ലാം ഒരേപോലത്തെ ബോക്സുകളായിരിക്കില്ല. അങ്ങനെയുള്ള ബോക്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺട്രോളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോമിൻ്റെ പുറത്ത് കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടാഗ് ഉണ്ട്. ആ ടാഗിൻ്റെ പേരാണ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗ് ഈസ് ആൻ എംപ്റ്റി ടാഗാണ്. അതായത് ഫോമിൻ്റെ പുറത്ത് കൺട്രോൾസ് വയ്ക്കാൻ സഹായിക്കുന്ന ടാഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗ് ഒരു എംപ്റ്റി ടാഗാണ്. അപ്പോൾ ഇൻപുട്ട് ടാഗിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് കൺട്രോളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അത് ഡിസൈഡ് ചെയ്യുന്നതാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. അതിനുശേഷം നെയിം, കൺട്രോളിന് നെയിം കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് നെയിം ആട്രിബ്യൂട്ട്. ദെൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾസിന് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടിലേക്ക് ഡീഫോൾട്ടായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഡീഫോൾട്ടായിട്ടൊരു വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആട്രിബ്യൂട്ട്. സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്യാരക്ടേഴ്സ് ആ ടെക്സ്റ്റ് ബോക്സിൽ അല്ലെങ്കിൽ ആ കൺട്രോളിൽ നമുക്ക് കൊടുക്കാം, അതിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സൈസ്. ദെൻ മാക്സ് ലെങ്ത് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ആ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സൈസ് 20 എന്ന് കൊടുക്കുകയാണെങ്കിൽ 20 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാനുള്ള വിഡ്ത്ത് ആ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സൈസിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 30 35 കൊടുക്കാം. അത്രയും നമ്മുടെ ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യണമെന്നില്ല, സൈസ് അത്രയും കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ മാക്സിമം ക്യാരക്ടേഴ്സ് 20 അക്ഷരങ്ങളുള്ള പേരിനെക്കാട്ടും കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? മാക്സ് ലെങ്ത് ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യാം. മാക്സ് ലെങ്ത് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ അത് ലിമിറ്റ് ചെയ്യും. ആ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിൻ്റെ എണ്ണത്തിന് എന്ത് ചെയ്യും? നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മാക്സ് ലെങ്ത്. ഈ 5 ആട്രിബ്യൂട്ട്സാണ് ടൈപ്പ് ഇൻപുട്ട് ടാഗിനുള്ളത്: ടൈപ്പ്, നെയിം, വാല്യൂ, സൈസ് ആൻഡ് മാക്സ് ലെങ്ത്. ഇനി നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്ന? കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ട് മെയിൻലി നമുക്ക് 6 കൺട്രോൾസാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 6 കൺട്രോൾസാണ്. ഒന്ന് ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, റീസെറ്റ്, സബ്മിറ്റ് ബട്ടൺ. അപ്പോൾ ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 6 കൺട്രോൾസുകളാണിത്. 7 കൺട്രോൾസുകളാണിത്: ടെക്സ്റ്റ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ, റീസെറ്റ്, സബ്മിറ്റ് ആൻഡ് ബട്ടൺ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബോക്സാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 5 ഇൻപുട്ട് ടാഗിൻ്റെ 5 ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ ആട്രിബ്യൂട്ട് എന്താണ്? ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് കൺട്രോളാണ്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുന്നത്? ഇതുപോലത്തെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാകും. നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഈ പെട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് കൺട്രോളാണ്. ഏത് ടൈപ്പ് ഓഫ് കൺട്രോളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ടെക്സ്റ്റ്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കൺട്രോളിൻ്റെ പേരാണ് ടെക്സ്റ്റ് ബോക്സ്. അതായത് നമുക്ക് പേര് എൻ്റർ ചെയ്യാൻ വേണ്ടി, നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യാൻ വേണ്ടി, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഏജ്, ഓൺ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതൊക്കെ എൻ്റർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ബോക്സാണ് ടെക്സ്റ്റ് ബോക്സ്. ദെൻ കൺട്രോൾ നെയിം കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നെയിം ആട്രിബ്യൂട്ട്. വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതായത് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ടൊരു വാല്യൂ, അതായത് അത് റൺ ചെയ്ത് നമ്മൾ കാണുമ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡീഫോൾട്ടായിട്ടുള്ള വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടിയതാണ് എൻ്റർ യുവർ നെയിം. ഇത് ഡീഫോൾട്ടായിട്ട് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്കിത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? പേര് കൊടുക്കാം. അപ്പോൾ ഡീഫോൾട്ടായിട്ടൊരു നെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ വാല്യൂ ആട്രിബ്യൂട്ട്. സൈസ് ഇസ് ഈക്വൽ ടു 20. സൈസ് ഇസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത്
നമുക്ക് എത്ര ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാൻ പറ്റും? 20 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാനുള്ള വീതി നമ്മൾ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. മാക്സ് ലെങ്ത് ഇസ് ഈക്വൽ ടു 15. മാക്സ് ലെങ്ത് ഇസ് ഈക്വൽ ടു 15 എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് നമുക്ക് സൈസ് ലെങ്ത്ത് 20 ആണെങ്കിൽ മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ? 20 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. സൈസ് എത്ര പറ്റുള്ളൂ? ഈ മാക്സ് 15 ക്യാരക്ടേഴ്സ് കേട്ടോ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മാക്സ് ലെങ്ത് ഇസ് ഈക്വൽ ടു 15 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് നമുക്ക് 15 ക്യാരക്ടർ 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. പിന്നെ അങ്ങോട്ടേക്ക് പോവില്ല കണ്ടോ. നമ്മൾ കീബോർഡിൽ പ്രസ് ചെയ്താലും പോവില്ല, കാരണം 15 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് മാത്രമേ അതിൽ സെറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അതാണ് ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകൾ. ടൈപ്പ് ഏത് ടൈപ്പ് ഓഫ് കൺട്രോളാണ്? നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇനി പാസ്വേഡ് ബോക്സ്, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാസ്വേഡ് ബോക്സ് ആണ് ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ പേര് എൻ്റർ ചെയ്യാൻ പറ്റും അല്ലേ. അതേസമയം പാസ്വേഡ് ബോക്സ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നമുക്കവിടെ പാസ്വേഡ് ആസ്ട്രിക് സിമ്പിളായിരിക്കും അവിടെ കാണാൻ പറ്റുക, സ്റ്റാറിൻ്റെ പോലെ അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ടൈപ്പ് ആട്രിബ്യൂട്ട് ഡിസൈഡ് എന്ത് ടൈപ്പ് ഓഫ് കൺട്രോളാണ്. നെയിം, കൺട്രോളിന് നെയിം കൊടുക്കാൻ. വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി. സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീതി സെറ്റ് ചെയ്യാൻ. മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് അല്ലെങ്കിൽ ആ ബോക്സിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നതാണ് എൻ്റെ ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്. അടുത്തത് നമ്മൾ ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രോളുകൾ ഏതൊക്കെയാണ്? നമ്മൾ 7 കൺട്രോളുകളുടെ പേര് പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യത്തെ കൺട്രോളാണ് ഇൻപുട്ട്. നെയിം ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ഡബിൾ കോട്ട്സിൽ തന്നെ കൊടുക്കണം. അത് നമുക്ക് സ്മോൾ ലെറ്റേഴ്സിൽ കൊടുക്കാം, ക്യാപിറ്റൽ ലെറ്റേഴ്സിലും കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷേ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നുള്ളത് ആ ഇൻപുട്ട് ആംഗിൾ ബ്രാക്കറ്റിനുള്ളതായിരിക്കണം. ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് നമ്മൾ എന്തിൽ കൊടുക്കണം? ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. അപ്പോൾ നെയിം ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടെക്സ്റ്റ് കൊടുത്ത ടെക്സ്റ്റ് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ എന്താണ്? പാസ്വേഡാണ്. പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു പാസ്വേഡ് എന്നുള്ളത് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കാം. ദെൻ ജെൻഡർ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സും പാസ്വേഡും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ. ജെൻഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരിക്കലും മൾട്ടിപ്പിൾ ജെൻഡേഴ്സ് അല്ല, ഒരു ജെൻഡർ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ മെയിലെ ഫീമെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അല്ലേ. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ മെയിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ ബട്ടണിൻ്റെ പുറത്ത് വരുന്നതാണ് മെയിൽ. ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ ഫീമെയിൽ. അതെങ്ങനെയാണ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് നെയിം പറഞ്ഞു, പാസ്വേഡ് പറഞ്ഞു, പിന്നെ എന്തും പറഞ്ഞു, ജെൻഡർ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സാണ് വരിക. നെയിമിൻ്റെ നേരെയുള്ള ബോക്സ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അതായത് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ നെയിം എന്ന് പറയുന്ന ബോക്സിൻ്റെ ഉള്ളിൽ യൂസറിന് എന്ത് എൻ്റർ ചെയ്യാൻ പറ്റും? പേര് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നെയിം ബോക്സ് ഉണ്ടാവുക. പാസ്വേഡ് ബോക്സിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു. നമ്മൾ പാസ്വേഡ് ബോക്സിൽ എന്ത് എൻ്റർ ചെയ്താലും എങ്ങനെ ഉണ്ടാവും? ആസ്ട്രിക് സിമ്പിളായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ആസ്ട്രിക് സിമ്പിളായിരിക്കും ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ ബോക്സാണ് എന്താ? ജെൻഡർ ബോക്സ്. ജെൻഡർ ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജെൻഡർ ബോക്സ് either മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആണ് അല്ലേ. അപ്പോൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. ഇപ്പോൾ നമ്മൾ ജെൻഡറിൽ നമ്മൾ മെയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? നമ്മൾ റൺ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുക, നമ്മൾ ഫീമെയിൽ സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി മെയിലിൽ നിന്ന് സെലക്ഷൻ പോകും. ഇങ്ങനത്തെ ബോക്സ്, അതായത് ഇതിനെ റേഡിയോ ബട്ടൺ എന്ന് പറയും. എത്ര റേഡിയോ ബട്ടൺ വെച്ചാലും നമുക്ക് അറ്റ് എ ടൈം ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ അടുത്ത ബോക്സാണ് ചെക്ക് ബോക്സ് എന്ന് പറയും. ചെക്ക് ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ റേഡിയോ ബട്ടൺ, ഇതിനാണ് റേഡിയോ ബട്ടണിൽ ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ചെക്ക് ബോക്സിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ സെലക്ഷൻസ് പറ്റും. ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ബോക്സാണ് ചെക്ക് ബോക്സ്. ഇനി അടുത്ത നമ്മൾ റീസെറ്റ് ബട്ടൺ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ സെലക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഗൂഗിളിൽ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റീസെറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാം പോകും. ഇനി അഥവാ നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്താലും എന്ത് ചെയ്യും? സബ്മിറ്റ് ബട്ടൺ കൊടുത്താലും എന്ത് സംഭവിക്കും? അത് എന്ത് ചെയ്യും? അത് പോകും അല്ലേ, സ്ക്രീനിൽ നിന്നും. ഇപ്പോൾ നമ്മൾ ഇത്രയും സെലക്ട് ചെയ്തു, സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ എന്ത് ചെയ്യും? സ്ക്രീനിൽ നിന്ന് പോകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഒരു ബട്ടൺ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ബട്ടൺ നമ്മൾ അതിൻ്റെ കോഡ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? 7 കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം അതിലെന്താണ്? ബട്ടണാണ് അല്ലേ. ഒരെണ്ണം ബട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ബട്ടൻ്റെ പുറത്ത് യൂസറാണ് വാല്യൂ കൊടുത്തത്. ക്ലിയർ എന്നുള്ള പേര് കൊടുക്കുന്നത് യൂസറാണ്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യണം എന്നുള്ളത് പേര് ചെയ്തുകൊണ്ട് മാത്രമായില്ല, ക്ലിയർ അതിനുള്ള കമാൻഡ് കൊടുക്കണം. അതിനുള്ള കോഡ് നമ്മൾ എഴുതിയാൽ മാത്രമേ എന്താവുള്ളൂ? അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അത് ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ പോകുന്നില്ല. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലായ
എന്ന് വെച്ചാൽ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റീസെറ്റ് എന്നുള്ളതും ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ് എന്നുള്ളതും ഓൾറെഡി സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ് ആകണം, എല്ലാം ക്ലിയർ ആവണം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ നിന്ന് എല്ലാം പോകണം, അത് സെർവറിലേക്ക് പോകണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിയർ എന്ന് കൊടുത്തത് നമ്മളാണ്, യൂസറാണ് കൊടുത്തത്. അത് ശരിക്കും ഒരു ബട്ടൺ മാത്രമാണ്. നമുക്ക് യൂസറിന് ഇഷ്ടമുള്ള പേര് ബട്ടണിൻ്റെ പുറത്ത് കൊടുക്കാം. ആ ബട്ടൺ എന്ത് ആക്ഷൻ ചെയ്യണമെന്ന് ആര് ഡിസൈഡ് ചെയ്യും? അതിനുള്ള കോഡ് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ അതനുസരിച്ചിട്ടുള്ള കോഡ് അത് ഫങ്ഷൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെയിം, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ്, രണ്ടാമത്തെ ബോക്സ് പാസ്വേഡ്, ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് റേഡിയോ. റേഡിയോ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബട്ടൺ എന്ന് പറയുന്നത്. അതായത് എത്ര മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ യൂസറിന് ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ, ഇൻപുട്ട് ടൈപ്പ് ഈസ് അതിൻ്റെ പുറത്ത് മെയിൽ എഴുതി വരാനാണ് ഇൻപുട്ട് ടൈപ്പ് ഈസ് റേഡിയോ കഴിഞ്ഞ് മെയിൽ എഴുതിയത്. ഇൻപുട്ട് ടൈപ്പ് ഈസ് റേഡിയോ ഫീമെയിലിന് കൊടുത്തു. ദെൻ ഹോബീസ് കൊടുത്തു. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ് പ്ലേയിങ്. അപ്പോൾ ആദ്യത്തെ ചെക്ക് ബോക്സിൻ്റെ പുറത്ത് പ്ലേയിങ് എഴുതി വന്നു. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ് ഗാർഡനിങ്. അടുത്ത ചെക്ക് ബോക്സിൻ്റെ പുറത്ത് ഗാർഡനിങ് എഴുതി വന്നു. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ് കുക്കിംഗ്. അടുത്ത ചെക്ക് ബോക്സിനടുത്ത് കുക്കിംഗ് എന്ന് പറയും, ചെക്ക് ബോക്സിനടുത്ത് വാച്ചിങ് എന്ന് വന്നു. ഇനി അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റീസെറ്റ്. റീസെറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഇത് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ്. ഇത് രണ്ടും ഓൾറെഡി സിസ്റ്റത്തിൽ ഇൻ ബിൽഡ് ആണ്. എന്ന് വെച്ചാൽ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് റീസെറ്റ് ആവും. അതേപോലെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് സബ്മിറ്റ് ആവും. ഡാറ്റ മുഴുവൻ സെർവറിലേക്ക് പോകുന്ന അർത്ഥം. അതേസമയം ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ എന്ന് മാത്രം കൊടുത്തിരുന്നെങ്കിൽ അവിടെ ഒരു ബട്ടൺ മാത്രമേ വരുള്ളൂ. ആ ബട്ടൻ്റെ പുറത്ത് എന്ത് എഴുതി വരണം എന്നാണ് നമ്മൾ വാല്യൂ കൊണ്ട് ചെയ്തിരിക്കുന്നത്. വാല്യൂ ഈസ് ഈക്വൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ ബട്ടൻ്റെ പുറത്ത് എന്ത് വരും? ക്ലിയർ എന്ന് എഴുതി വരും. ആക്ച്വലി ആ ക്ലിയർ എന്ന് എഴുതിയത് നമ്മളാണ്. അപ്പോൾ ഈ ക്ലിയർ എന്നുള്ള സംഭവം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ക്ലിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ളതിൻ്റെ കോഡ് കൂടെ നമ്മൾ എഴുതിയാലേ ക്ലിയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ അതിൻ്റെ പേരിൽ പുറത്ത് എഴുതി വരിക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇത്രയാണ് നമ്മുടെ എന്ത് ടാഗ്, ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രോളുകൾ. അതായത് ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് ബോക്സ്, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, റീസെറ്റ്, സബ്മിറ്റ്, പിന്നെ ബട്ടൺ. ആ ബട്ടൻ്റെ പുറത്ത് ക്ലിയറിൻ്റെ സ്ഥാനത്ത് സെൻഡ് എന്നോ നമുക്ക് ഇഷ്ടമുള്ള എന്തും കൊടുക്കാം, കട്ടെന്നോ പേസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കും. പക്ഷെ അത് വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഫങ്ഷൻ ചെയ്യാനുള്ളത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതണം. അതുമാത്രം നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതിങ്ങനെ മാത്രം മനസ്സിലാക്കുക.